मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എടുക്ക എടുക്ക സോർദാറിന് എങ്ങനെ അറിയാനാ? നമുക്ക് കുക്കീസ് ഒളിപ്പിച്ചു വെച്ചിട്ടേ ഒറ്റയ്ക്ക് കഴിക്കാം. വിഷമിക്കണ്ട, സ്റ്റൗ കത്തിക്കൂ, ബണ്ണി പക്കോട റെഡി. എനി ഡൗട്ട്? എല്ലാം മാവ് നീ നശിപ്പിച്ചു. പക്കോട കഴിക്കാൻ എനിക്ക് വളരെ കൊതിയുണ്ടായിരുന്നു. ഇവരെ പൊക്കിയെടുത്ത് ഗ്യാസ് സ്റ്റവിൽ ഇരുത്ത്. സൂപ്പർ ആയിട്ട് ഒരു പക്കോട റെഡിയായി കിട്ടും. ഇനി നമുക്ക് പക്കോട ചെയ്യാം. എല്ലാരും വരൂ. ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്? അത് പിന്നെ മാഡം, കിച്ചന്റെ അകത്തെ എലി വന്ന് കയറിയതാ. അതിനെ ഞങ്ങൾ പിടിക്കാൻ നോക്ക. കള്ളം പറയാണ് മാഡം, അവര് കുക്കീസ് മോഷ്ടിക്കായിരുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ബണ്ണിയാണ് പറഞ്ഞത് ആ കുക്കീസ് എടുത്തു തരാൻ. അതുകൊണ്ട് ഞാൻ എടുത്തു. നിന്നെ പോലെ വെട്ടികൾക്കെല്ലാം ഒരു എതിരാളികളുടെയും ആവശ്യമില്ല. അതിന് നീ തന്നെ മതി. എനി ഡൗട്ട്? ബണ്ണി, നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഇവിടെയെല്ലാം നീ തന്നെ വൃത്തിയാക്കിക്കൊള്ളണം, പറഞ്ഞേക്കാം. അതായത് സോറി മാഡം, എന്നെ കാരണമാണ് ആ ബോക്സ് താഴെ വീഴുന്നത്. ഓഹോ, ബോക്സ് അല്ല ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം. അതിനകത്തുണ്ടല്ലോ, അതാണ് പ്രധാനപ്പെട്ടത്. ഇത് ഹണിക്കുള്ളത്. ഗിഫ്റ്റോ? പക്ഷെ ഇന്നെന്റെ ബർത്ത്ഡേ അല്ലല്ലോ. അതൊക്കെ എനിക്കറിയാം. അന്ന് ഒബ്രോയ് സാറിന്റെ മകനെ തട്ടിക്കൊണ്ടു പോയപ്പോൾ നീ രക്ഷിച്ചില്ലേ? നിന്നെ അഭിനന്ദിക്കാൻ അവരൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. നീ ആ പാർട്ടിക്ക് ഇതിട്ടോണ്ട് വേണം പോകാൻ. ഞാൻ ഇത് ഇട്ടുകൊണ്ട് ഹീറോ ആകാൻ പോവുകയാണ്. ഹീറോ. ഇന്നത്തെ ആ പാർട്ടിയുടെ ഹീറോ നീയല്ലേ? ജോർദാർ, ആ ബ്ലാങ്കറ്റ്സും ബെഡ്ഷീറ്റും എല്ലാം അലക്കിയേക്ക്. വേഗം ആവട്ടെ. അലക്കിയേക്കാം മാഡം. ബണി, വേഗം ഇത് വൃത്തിയാക്ക്. സോർദാർ, നീയാണ് എന്നെ പെടുത്തിയത്. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ കരുതിയിരുന്നോ കേട്ടോ? പാർട്ടിയിൽ ഞാനാണ് ഹീറോ. ഒരു തവണ ഞാൻ കമ്മിറ്റ്മെന്റ് കൊടുത്താൽ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കില്ല. അയ്യോ, എന്റെ മൊബൈൽ എവിടെ പോയി? ഹലോ ഹലോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. എന്ത്? ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല. എടാ മണ്ട, വീട്ടിനകത്ത് ശരിക്കും സിഗ്നൽ കിട്ടില്ലടാ. പുറത്തെ സിഗ്നൽ കിട്ടൂ. ഓ, എന്റെ മൊബൈലിൽ സിഗ്നൽ ഉണ്ടായിരിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പുറത്തു വരാം. മാഡം ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം അലക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേഗം വാഷ് ചെയ്താൽ നന്നായിട്ട് അഴുക്ക് പോകും. ടെമ്പറേച്ചർ ഞാൻ കൂട്ടി വെക്കാണ്. ഹണിയുടെ ജാക്കറ്റ്. ഇവൻ ഹണിയുടെ ജാക്കറ്റിനെ കീറി. വാ, ചെന്ന് ഹണിയുടെ അടുത്ത് പറയാം. ഒരു മിനിറ്റ് നിൽക്ക്. കുറച്ച് സമയം നമുക്ക് ഹണിനെ പേടിപ്പിക്കാം, കരയിപ്പിക്കാം, എന്നിട്ട് പോയി സത്യാവസ്ഥ പറയാം. നീ മാഡത്തിന്റെ അടുത്ത് തന്നെ കംപ്ലൈന്റ് ചെയ്തില്ലേ? നീ ഇനി എന്താ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ദേ, ഹണി ഇങ്ങോട്ടേക്കാ വരുന്നത്, കണ്ടോ? അല്ല ഹണി, നീ വന്നു അല്ലേ? ഇല്ല, ഇപ്പോഴും വന്നോണ്ടിരിക്കുകയാണ്. എടാ ഹണി, വൈകുന്നേരത്തെ പാർട്ടിക്കെല്ലാം സെറ്റ് ആണോടാ? അതെ, സെറ്റാണ്. ഹണി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാർട്ടിയില് നീ ആയിരിക്കും ഹീറോ. എല്ലാരും നിന്റെ ഫാൻസ് ആയിരിക്കും. പിന്നെ നിന്റെ ആ ജാക്കറ്റ് ഉണ്ടല്ലോ, അതിട്ട് എത്ര ഭംഗിയായിരിക്കും അറിയോ? സൂപ്പർ 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 ആയിട്ടാണ് പറഞ്ഞേ. ഹണി, ജാക്കറ്റിനെ റെഡി ആയിട്ടാ വെച്ചിരിക്കുന്നേ. ഹണി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഞാനില്ലേ, ഞാനത് തയ്യാറാക്കി വെക്കാം. ഓ, എനിക്ക് വിശക്കുന്നു. വാ, നിനക്ക് ഞാൻ നിന്റെ ഫേവറേറ്റ് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. ആരെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ച
അതിൽ എന്തോ തെറ്റുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എനി ഡൗട്ട്? എന്ത് തെറ്റാകാനാണ്? അങ്ങനെ തെറ്റൊന്നുമില്ല. വാഹനി, ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. സോസ് എവിടെ പോയി? ഇതാരുണ്ടാക്കിയതാ? ഓ സോറി, ഭാഗ്യം ആ ജാക്കറ്റ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ പഴുക്കായേനെ കേട്ടോ. ജാക്കറ്റ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ. കട്ടിലിന്റെ മേലെ വെച്ചതായിരുന്നു. പെട്ടെന്ന് തന്നെ കബോർഡിനകത്തേക്ക് വെച്ചേക്കാം. അല്ല ഹണി, നീ എന്തിനാ ജാക്കറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? ഇന്ന് വൈകുന്നേരം ഹണി അത് തന്നെയാണ് ഇടേണ്ടത്. ഹണി, ആ ജാക്കറ്റിനൊപ്പം ഹാറ്റും ഇട്ടാ നന്നായിട്ടുണ്ടാവും. വാ, നമുക്ക് പോയി വാങ്ങിച്ചോണ്ട് വരാം. ഓക്കേ. ഹണി, ദേ നോക്ക്, നല്ല ഡിസൈനർ കുടുത കണ്ടോ? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, നീ ഇന്ത്യൻ ഹീറോ അല്ലേ? ഇന്ത്യൻ ഡ്രസ്സിൽ പോയാ സ്മാർട്ട് ആയിട്ടുണ്ടാക്കും. സ്മാർട്ട്? പക്ഷെ കുർത്തേന്റെ കൂടെ ജാക്കറ്റ് ഇട്ടാ രസം ഉണ്ടാവില്ല. അല്ല, ഇന്ത്യൻ ഡ്രസ് ഇടുമ്പോ ജാക്കറ്റ് എന്തിനാ ധരിക്കുന്നത്? മാഡം എത്ര സ്നേഹത്തോടാണ് വാങ്ങിച്ചു തന്നത്. ചിലപ്പോ ആ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ മാഡം ഫീൽ ചെയ്യില്ലേ? ഒന്ന് ആലോചിച്ചോക്ക്, മാഡം ഫീൽ ചെയ്യും. അതിനുശേഷം ഇരുന്ന് കരയും, ഒന്നും കഴിക്കില്ല, പിന്നെ മാഡം പേഷ്യന്റായി മാറും. ഇല്ല ഇല്ല, ഞാൻ മേഡത്തിനൊന്നും സംഭവിക്കാൻ വിടില്ല. ഞാൻ വൈകുന്നേരം പാർട്ടിക്ക് ആ ജാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ പോവും. ഒരുപക്ഷെ ഇവൻ സത്യം മനസ്സിലാക്കിയാൽ. ഹണി ഇന്ന് എന്നെ വിടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. നീ എന്താ ചെയ്യാൻ പോന്നെ? ജാക്കറ്റ് നീ കീറിയില്ലേ? ഒരിക്കൽ അത് കീറി കഴിഞ്ഞ പിന്നെ അതിനെ ഒട്ടിക്കാൻ പറ്റില്ല. എനി ഡൗട്ട്? എന്തിനു വേണ്ടിയാണ് അവൻ ആ ജാക്കറ്റിനെ കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങളൊക്കെ എന്ത് സുഹൃത്തുക്കളാണ്? മാഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത് എന്നെ കിച്ചൺ മൊത്തം ക്ലീൻ ആക്കിപ്പിച്ചില്ലേ? അപ്പൊ ഇതൊന്നും തോന്നിയില്ലേടാ? ഇപ്പൊ ഡോഗ് പൂച്ചയ്ക്ക് താഴെ വന്നില്ലേ? സോറി, വെരി സോറി. അയ്യോ, നമ്മൾ ഫണ്ണായിട്ട് കളിച്ചത് ജോർദാറിനെ ഫീൽ ചെയ്തെന്നാ തോന്നുന്നേ. ജോർദാറിന്റെ അവസ്ഥ വളരെ മോശമാണല്ലോ. വാ, നമുക്ക് ചെന്നവനെ സഹായിക്കാം. എന്റെ ജാക്കറ്റ് കീറിയവന്മാരെ ഞാൻ ചുമ്മാ വിടാൻ പോകുന്നില്ല. എന്റെ കഥ കഴിഞ്ഞു. സോറി സോറി, ഇത് ഞാനാ ചെയ്തത്. ഇന്ന് ഞാൻ നിന്നെ എങ്ങനെയൊക്കെ അടിക്കാൻ പോകുന്നെന്ന് നോക്കിക്കോ. കാണുന്ന എല്ലാവരും കൺഫ്യൂസ് ആവണം. അധികം ഡാമേജ് പറ്റിയത് ജാക്കറ്റിനാണോ അല്ല നിനക്കാണോ എന്ന്. ഈ ജാക്കറ്റ് ആരാണ് ഇങ്ങനെ കീറിയത്? ഈ ജോർദാറാണ് കീറിയത്. ജോർദാർ, സോറി. എടാ എന്തിനാ സോറി? ജോർദാർ, നീ ഒരു വലിയ ഡിസൈനർ ആകാം. എത്ര പെട്ടെന്ന് സിമ്പിൾ ജാക്കറ്റ് ഒരു ഡിസൈനർ ജാക്കറ്റ് ആയിട്ട് മാറ്റിയത്. വാ, അവനത് കീറിയിരിക്കുകയാണ്. അയ്യോ, അവ കീറിയില്ല. അതിനെ വിയർഡ് ജാക്കറ്റ് മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ലേറ്റസ്റ്റ് ഫാഷൻ. എനി ഡൗട്ട്? അങ്ങനെയാണോ? ബണ്ണി, എനിക്ക് ജാക്കറ്റ് ഒന്ന് ഇട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. വാവ്, കണ്ടിട്ട് ഹീറോനെ പോലെ ഉണ്ട്. ഹീറോ. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. താങ്ക് യു ജോർദാർ. പെട്ടെന്ന് താഴെ വരൂ, നമുക്ക് പാർട്ടിക്ക് പോണ്ടേ. താങ്ക് യു ബണി പോപ്പറ്റ്. അവസാനം നിങ്ങൾ എന്നെ രക്ഷിച്ചു. ഇനി ഞങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുമ്പോ ഇതൊക്കെ ഒന്ന് ഓർത്താ കൊള്ളാം കേട്ടോ. എല്ലാവർക്കും അവരുടെ സമയം വരും. ഹണിയെ കുറിച്ച് ഓർക്കുമ്പോ വിഷമം തോന്നുന്നു. പാർട്ടിയിൽ എല്ലാവരും അവനെ നോക്കി ചിരിക്കും.
ഞാൻ വീട്ടിൽ വെച്ച് തന്നെ അടി മേടിച്ചോളാം. പാർട്ടിയിൽ വെച്ച് വാങ്ങിച്ച നാണക്കേടായിരിക്കും. ഇപ്പൊ എല്ലാരും സ്വകാര്യമായിട്ട് പറയാണ്, പിന്നെ ഒച്ചത്തിൽ തന്നെ സംസാരിക്കും, പിന്നെ എന്നെ നന്നായിട്ട് അടിക്കും. ആഹാ, വെൽക്കം ഹണി, വെൽക്കം. നിങ്ങളുടെ ജാക്കറ്റ് ആരാണ് ഇങ്ങനെ ചെയ്തത്? എനിക്ക് അടി കിട്ടേണ്ട സമയമായി കഴിഞ്ഞു. എല്ലാം നീ ഒപ്പിച്ചു വെച്ചതല്ലേ, അടി വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. എന്താ ഡിസൈൻ, എന്താ പാറ്റേൺ? അച്ഛാ, എനിക്ക് ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഡിസൈൻ ജാക്കറ്റ് വേണം. ആ, എനിക്കും അതുപോലത്തെ ജാക്കറ്റ് വേണം. ആരാ ഡിസൈനർ? എന്റെ കൂട്ടുകാരൻ ജോർദാർ. ഇന്ന് ആദ്യമായിട്ടാണ് ജോർദാൻ ആഹാരത്തിന് മാത്രമല്ല ഡ്രസ്സിന് വേണ്ടിയും ഫേമസ് ആയിരിക്കുകയാണ്. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game. Available on Google Play.